ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് ആൻഡ് യെസ് കുക്ക് ബുക്ക്. ഞാൻ ഇന്ന് ഒരു പുതിയ റെസിപ്പി, അതായത് ചിക്കൻ പിറട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് കാണാം. ചിക്കൻ ഒരു 10 പീസ് വെച്ചിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂണ്, 2 ടൊമാറ്റോയും 5 ഗ്രീൻ ചില്ലിയും, രണ്ട് സവാള ചെറുതായി അരിഞ്ഞത്, കശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂണ്, കൊറിയൻഡർ പൗഡർ 1.5 ടേബിൾ സ്പൂണ്, ഗരം മസാല 1 സ്പൂണ്, ശകല 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കോക്കനട്ട് മിൽക്കാണ്, അത് 1 കപ്പ്. ഏലക്ക, ഗ്രാമ്പ്, പട്ട. ആദ്യം ഒരു കടായി അടുപ്പത്ത് വെച്ച് ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായ ഉടനെ ഗ്രാമ്പ്, പട്ട, ഏലം ഇട്ട് കൊടുക്കുക. അടുത്തതായി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഉപ്പും ചേർത്ത്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വഴറ്റി കൊടുക്കുക. പച്ച മണം മാറുന്നവരെ വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ടിട്ടുള്ളത്. ഇതും പച്ച മണം മാറുന്നവരെ വഴറ്റി കൊടുക്കുക. അടുത്തതായി പച്ചമുളകും തക്കാളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇട്ട് വഴറ്റുക. തക്കാളി നന്നായിട്ട് നല്ലതുപോലെ വഴറ്റണം. അടുത്തതായി എല്ലാ മസാലയും ഒരുമിച്ച് തട്ടി കൊടുത്ത് ഇതേ കിടക്ക് പച്ച മണം മാറുന്നവരെ വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം. അടുത്തതായി ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഇട്ട് കുറച്ച് നേരം വഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് അടച്ചു വെച്ച് വേണം നമുക്ക് വേവിക്കേണ്ടത്. അടുത്തതായി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ റെസിപ്പി ആണെങ്കിൽ ചപ്പാത്തി, പൊറോട്ട, ഇടിയപ്പം, അപ്പം, ഉച്ചയൂണ്, ഇതിനെല്ലാത്തിൻ്റെ കൂടെ വെച്ച് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ഇതിനെ ഉറപ്പായിട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.